ദിയ ദിയ എന്താണെന്ന് കുറയ്ക്കുന്നത്? ഞാൻ ഇവിടെ ഇരിക്കുന്ന കണ്ടൂടെ? നീ എന്തിനാ സർവന്റിനെ പറഞ്ഞു വിട്ടത്? ഒരു വീട്ടിൽ 2 സർവന്റ് ആവശ്യമില്ല. നീ എന്റെ അമ്മയെ വെറും സർവന്റ് ആയിട്ടാണ് കാണുന്നത്. ഇവിടുത്തെ എല്ലാ ജോലിയും കൂടെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അമ്മയ്ക്ക് ഒന്നാമത് വയ്യാത്തതാണ്. ശരി, സർവന്റിനെ തിരിച്ചു വിളിക്കാം. പക്ഷെ നിങ്ങൾ തള്ള എവിടുന്ന് പറഞ്ഞു വേണം. ഇവിടെ ഞാൻ നിങ്ങൾ മാത്രം മതി. അച്ഛൻ മരിച്ചിട്ട് 1 മാസം ആയതേ ഉള്ളൂ. അതിനു മുമ്പ് അമ്മയെ ഞാൻ ഒറ്റയ്ക്ക് നാട്ടുകാർ ബന്ധുക്കൾ എന്നെ പറയും. അതുകൊണ്ട് അമ്മ ഇങ്ങോട്ട് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. ആരും ഇല്ലാത്തോണ്ട് കൊണ്ടുവരാനുള്ള സ്ഥലം ഇതാണോ? ആരും ഇല്ലാത്തവരെ കൊണ്ടാക്കേണ്ടതേ വല്ല ഓൾഡേജ് ഹോമിലാണ്. അവിടെ കൊണ്ടാക്കും. അമ്മയെ വൃദ്ധസദനത്തിലാക്കാനാണോ നീ പറയുന്നത്? ഞാൻ അമ്മയെ വൃദ്ധസദനത്തിലാക്കിയാലേ നോക്കാൻ വയ്യാനിട്ടാണെന്ന് എല്ലാരും പറയും. അല്ലെ തന്നെ താൻ എങ്ങനെ നോക്കാനാ? തന്റെ ചെലവ് മൊത്തം എന്റെ പണം കൊണ്ടാ നടക്കുന്നത്. പിന്നെ ആ തള്ളയെ കൊണ്ട് തനിക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നേ? അതെ, എനിക്ക് എന്റെ വീട്ടിൽ കുറച്ച് ഫ്രീഡം വേണം. ഇങ്ങനെയുള്ള യൂസ്ലെസ്സിനെ എന്റെ നിർത്താനൊന്നും പറ്റൂല. അവര് പറഞ്ഞു വിടാൻ നോക്കും. ഇനി നിനക്ക് ആ വീട്ടിലൊരു സമാധാനം ഉണ്ടാവില്ലല്ലോടാ. അല്ലേ തന്നെ ആ വീട്ടിൽ എനിക്ക് എന്തോ സമാധാനമാണ് ഉള്ളത്. അവളെ കെട്ടിയതോടെ എന്റെ ഉള്ള സമാധാനം കൂടെ പോയി. എടാ, അവളെ കെട്ടിയതുകൊണ്ട് നിന്റെ കടക്ക് തീർന്നേ. പിന്നെ അവളുടെ അച്ഛൻ്റെ നല്ല പൂത്ത കാശല്ലേ. ആ ഒരൊറ്റ കാരണം കൊണ്ട് അവളുടെ മുന്നിൽ എനിക്കൊരു പട്ടിയുടെ വില പോലും ഇല്ലാത്തത്. ഇപ്പോഴാണെങ്കിൽ അമ്മ ആ വീട്ടിലുണ്ട്. അവൾ ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് പോലും അറിയത്തില്ല. എനിക്ക് എന്റെ അമ്മയുടെ സ്നേഹത്തൊരു വാക്ക് പോലും പറയാൻ പറ്റുന്നില്ല. അമ്മയെ കൊണ്ട് വൃദ്ധസദനത്തിലാക്കാൻ അവൾ പറയുന്നത്. അങ്ങനെ ചെയ്ത എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തില്ലേ? എടാ, നീ അവള് പറയുന്നത് കേട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക്. എങ്കിലും നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള പൈസ കിട്ടത്തുള്ളൂ. എടാ, അവൾ എന്ത് പറഞ്ഞാലും നീ മൈൻഡ് ചെയ്യണ്ട. അവളൊന്ന് സ്നേഹത്തോടെ നിർത്താൻ നോക്ക്. അയ്യേ മുട്ടി. എന്താ മോളെ? ഈ ഫുഡ് ഫുള്ള് നിങ്ങൾ കൂടിയാ. എത്ര തവണ പറഞ്ഞിട്ടുണ്ട് വൃത്തിക്ക് മേലേക്ക് അടുക്കള നിക്കണമെന്ന്? ഇതെങ്ങനാ ഇപ്പൊ തൊടി കിടന്നതിനൊക്കെ പിടിച്ച് വീട്ടിൽ കയറ്റി ആലോചിക്കണം. മോളെ അറിയാണ്ട് പറ്റിയത്. ഞാൻ വേറെ എടുത്തു തരാം. എനിക്ക് നിങ്ങളെ ഫുഡിന് വേണ്ട. യൂസ്ലെസ്. മറക്കോട്ടെ. ദിയ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇപ്പൊ പറ്റില്ല. റീൽസ് എടുക്കുന്ന കണ്ടൂടെ? നിനക്ക് എന്നെ ഒരു 2 മിനിറ്റ് പോലും സംസാരിക്കാൻ സമയം എന്തേ? സൗകര്യം ഇല്ല. ഇതെന്റെ റീൽസ് എടുക്കുന്ന ടൈമാണ്. എന്റെ ഫോളോവേഴ്സ് ഒക്കെ വെയിറ്റിംഗാ. അതിനിടയ്ക്ക് തന്റെ ഒരു സംസാരം. എന്നോട് സംസാരിച്ചിട്ടുമായി നിന്റെ റീൽസ്. വിഷ്ണു, എന്നോട് ഇങ്ങനെ അധികാരം കാണിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് ഞാൻ തന്നിട്ടില്ല. നീ എവിടെയാണ് നിക്കണെന്നുള്ള നല്ല ബോധം നിനക്ക് വേണം. എന്റെ അച്ഛന്റെ പണം കൊണ്ടുണ്ടാക്കിയ വീടായത്. അവിടെ വന്ന് ഇങ്ങനെ നിലനിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല. ശരി, ഞാൻ നട്ടലില്ലാത്തവൻ തന്നെ. പക്ഷെ എന്റെ അമ്മ എന്ത് പിഴച്ചു? ഒരു വേലക്കാരി പോലെയല്ലേ നീ എന്റെ അമ്മയെ കാണുന്നത്? നീയും എനിക്ക് വേലക്കാരനെ പോലെ തന്നെയാ. നിനക്ക് അത്ര വിഷമാണെങ്കിലേ നീ നിന്റെ അമ്മയെ കൊണ്ടുവന്നില്ല ഓൾഡേജ് ഹോമിലും ആക്ക്. എന്റെ ക്ഷമ നീ പരീക്ഷിക്കരുത്. എന്റെ ഡൈനിങ്ങിൽ നിന്ന് വീഴുന്ന എച്ചിൽ നിന്ന് ജീവിക്കുന്ന നീയാണോ എന്റെ നേരെ കൈ നീട്ടിയത്? എന്റെ ഡാഡിയുടെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിച്ച പണത്തിന്റെ കണക്ക് നീ മറക്കരുത്. എനിക്ക് തട്ടി കളിക്കാൻ വേണ്ടിയിട്ടുള്ള വെറും കളിപ്പാട്ടം മാത്രമാണ് നീ. അത് നീ മറക്കണ്ട. ഇനി കൂടുതൽ നീ സംസാരിക്കാനുണ്ടോ? ആശ റീൽ എടുക്കാനുള്ള ടൈം കൂടെ വേസ്റ്റ് ചെയ്തു. എന്തോ കഴിക്കാനുള്ളതാണെന്ന് തോന്നുന്നല്ലോ. നല്ല മണം. ഇത് നിങ്ങളടുത്ത് കഴിച്ചോ? ഇത് എനിക്ക് കഴിക്കാൻ വാങ്ങിയതാ. ഇങ്ങനത്തെ പലഹാരങ്ങളൊന്നും അമ്മ കഴിച്ചിട്ടില്ല. അറിയാതെ എടുത്തു പോയതാ. ഇതെന്താ തട്ടുകടയിലെ വടയാണെന്നാണ് നിങ്ങൾ കരുതിയിരുന്നേ? ഇതിന്റെ വില എത്രയാണെന്ന് അറിയോ? ലഡി. എന്തായാലും നിങ്ങൾ നാടകം എടുത്തതല്ലേ, ബാക്കി കൂടെ എടുത്ത് കഴിക്ക്. ഞാൻ തറയെ കിടക്കണ ആര് കഴിക്കാനാ? എടുത്ത് വിഴുങ്ങതും കൂടെ. ഇപ്പൊ ഒരു മാരൻ എവിടെ വന്ന് കേറിയിട്ടുണ്ട്. ആ സാധനം കാരണം മര്യാദയ്ക്കൊന്ന് വിളിക്കാനോ സംസാരിക്കാനോ പോലും പറ്റുന്നില്ല. അയ്യോ, ഇന്നോ? ഞാനൊന്ന് നോക്കട്ടേടാ. മോളെ, ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടാലേ അപ്പുറം ഇപ്പുറം ഉള്ളവരൊക്കെ എന്തേലും പറയും. എന്റെ ഡ്രസ്സിനെ പറ്റി പറയാൻ നിങ്ങൾ ആരാ? അതെ, ഇത് എന്റെ വീടാ. നിങ്ങൾ വരെ പണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് പൊക്കോളണം. അയ്യോ, എന്റെ സാരി! അടുത്ത ദിവസത്തല്ലേ നിങ്ങൾ ഈ സാരി എടുത്ത് കഴിക്കുന്നത്? സാരമില്ല മോളെ, ഞാൻ എന്റെ തുണി അലക്കിയപ്പോ അലക്കുന്നു. അയ്യോ, വിഷ്ണു, ഇത് കണ്ടോ? എന്റെ 10,000 രൂപയുടെ സാരിയാ. എന്റെ ഡാഡി ഗിഫ്റ്റ് ചെയ്യുന്നല്ലേ എനിക്കിത്. എന്റെ ഡാഡി അങ്ങനെ അറിഞ്ഞോണ്ടല്ലോ.
ഞാൻ അപ്പഴേ പറഞ്ഞു ഇതുപോലത്തെ സാധനങ്ങൾ വിളിച്ച് വീട്ടിൽ കയറ്റരുതെന്ന്. അമ്മ എന്തിനാ അവളോട് ചോദിക്കാതെ അവളുടെ സാരി എടുത്ത് കഴിയത്? ഇനി അവളോട് ചോദിക്കാതെ അവളുടെ ഒരു സാധനം എടുക്കല് കേട്ടോ. മോനെ നീ എന്നെ ഒന്ന് പിടിച്ചെണീപ്പിക്കും. വന്നേ ഇപ്പോൾ വരെ ദിയ അമ്മ ഒരു തവിടെ പോയി കിടക്കണ തലവേദന എടുത്തിട്ട് പാടില്ല. ഇനി ചായ വേണമെങ്കിൽ ഞാൻ ഇട്ട് കുടിക്കണമായിരിക്കും. നിങ്ങൾ എവിടെ പോരുന്നേ? മോളെ അയൽക്കൂട്ടത്തിലെ ലോണിന്റെ കാശ് കൊടുക്കാനേ അപ്പുറത്ത് ഗീതയുടെ വീട് വരെ പോയതാ. കാശ് കൊടുക്കാൻ പോയതോ അതോ എന്നെ പറ്റിയുള്ള കുറ്റം പറഞ്ഞ് രസിക്കാൻ പോയതോ? അയ്യോ മോളെ എഴുതാപ്പുറം വായിക്കല്ലേ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ആവശ്യമില്ലാതെ അപ്പുറത്തും ഇപ്പുറത്തും പോയിരിക്കരുതെന്ന്. അതെ, എനിക്കിവിടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അയൽക്കൂട്ടം എന്ന് പറഞ്ഞ ഒരു സമയം ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങും. എന്നിട്ട് അവിടെ എവിടെയും പോരുന്ന എന്റെ കുറ്റം പറഞ്ഞ് രസിക്കലാണ് പ്രധാന ഹോബി. അതെ, അയൽക്കൂട്ടം പരിപാടികളൊക്കെ ഇപ്പൊ വെച്ച് നിർത്തിക്കൊള്ളണം, പറഞ്ഞാട്ടല്ലോ. പിന്നെ വിഷ്ണു ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്ന കാശൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാ, എനിക്ക് സുഖിക്കാനുള്ളത്. അതിങ്ങനെ അവിടെ എവിടെ നടന്ന് ലോൺ അടച്ച് തീർക്കാനുള്ളതല്ല. ഇനി ലോൺ അടയ്ക്കാനെന്നും പറഞ്ഞ് പൈസ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ അമ്മമ്മ ബന്ധം ഉണ്ടല്ലോ, അത് ഞാൻ വെച്ചങ്ങ് അവസാനിപ്പിക്കും. പോയി ചായ എടുത്തിട്ടോ. അപ്പോ എടാ അനന്തു, നീ വരുന്നവരൊന്നും പറഞ്ഞില്ലല്ലോ. സർപ്രൈസോ? നീയോ? എനിക്കോ? വാ കേറി വാ. എന്ത് കാഴ്ച കാണാനാ നിക്കുന്നേ? ഇനി ചായ എടുക്കാൻ പ്രത്യേകം പറയണോ? പോയി ചായ എടുക്ക്. ആര് വന്നാലും അപ്പ വരും, ആരാ നോക്കാൻ വേണ്ടിട്ട്. നീ വന്നേ. പിന്നെ നീ ഇന്നലെ വിളിച്ചപ്പോ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോടാ. എന്റെ ഭർത്താവ് ഇല്ലാത്ത സമയം നോക്കി വന്നതാണ്. പോടാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? നിനക്കല്ലേ വിശേഷം? എനിക്കെന്താ വിശേഷം? എങ്ങനെയൊക്കെ പോണു. ഷർട്ട് പുതിയതാ? അല്ല, പഴയത്. കൊള്ള രസമുണ്ട് ചേരി. ഒരു മാനേഴ്സും ഇല്ലാത്ത സ്ത്രീ. മോളല്ലേ ചായ ചോദിച്ചത്? ഞാൻ ചായ ഇടാല്ലേ പറഞ്ഞോളൂ, കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ. കേട്ടോ അനന്തു, ഇവരുടെ ഭർത്താവ് മരിച്ചിട്ട് 2 മാസം ആയതേ ഉള്ളൂ. ഒരു വീടോ ആണെന്നുള്ള എന്തെങ്കിലും ഒരു വിഷമം ഇവർക്കുണ്ടോ? എന്റെ നാട്ടിലെ വിഡോസ് ഒന്നും ഇങ്ങനെയല്ല. പ്രായമായില്ലേ, എവിടെയെങ്കിലും ഒരു മൂലയിൽ പോയി നാമം ജപിച്ചുകൂടെ? ഇങ്ങനെ ചാമഞ്ഞൊരുങ്ങി നടന്നോളൂ, കൾച്ചറില്ലാത്ത തള്ള. എടി, പിന്നെ നീ ഫ്രീ ആണെങ്കിലേ നമുക്കൊന്ന് പുറത്തു പോയാലോ? ഞാനിവിടെ ബോറടിച്ചിരിക്കായിരുന്നടാ, ഒരു രസമില്ല ഇവിടെ. പെട്ടെന്ന് റെഡി ആവും. ഞാൻ ഡ്രസ്സ് വലിച്ചേട്ടാ. എങ്ങോട്ട് പോവാ? മോൻ ചോദിച്ചാ ഞാൻ എന്ത് പറയണം? അനന്ത് വണ്ടി എടുക്കും. ആ മോനെ, നീ എത്തിയോ? ചോറെടുക്കട്ടെ? വേണ്ട, അവളെത്തിയോ അമ്മ? ഇല്ല, നീ പോയതിന്റെ പിന്നാലെ ഇറങ്ങി പോയതാ. എവിടെ പോയതെന്ന് നിന്നോട് അവള് പറഞ്ഞില്ലേ? അവൾ പോയത് എന്നോട് പറഞ്ഞില്ല. അവളുടെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി കണ്ടിട്ട് എനിക്ക് മനസ്സിലായത്. അവൾക്ക് ട്രെയിൻ പോലെ സ്റ്റോറി ഇടാൻ സമയമുണ്ട്, എന്നെ ഒന്ന് വിളിച്ച് പറയാൻ മാത്രം അവൾക്ക് സമയമില്ല. നിനക്കറിയാവുന്ന പയ്യനല്ലേ അത്? എനിക്കറിയില്ല. അവൾ ബെസ്റ്റ് എന്ന് പറഞ്ഞ് കൂടെ കൊണ്ട് നടക്കുക. അവൾ ഇവിടുന്ന് പോയപ്പോ തന്നെ അമ്മയ്ക്ക് എന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് എന്റെ സമാധാനം കളയുന്നത്? നിനക്ക് എന്നോട് ആവശ്യമില്ല, ചടിക്കടിക്ക് അറിയാലോ. നിന്റെ ഭാര്യയെ നിലക്കിർത്താൻ നിനക്കറിയില്ലേ? അവളുടെ കയ്യിലെ പൂത്ത കാശിന്റെ വിലയ്ക്ക് വാങ്ങിയ 2 അടിമകളാ ഞാനും അമ്മയും. അമ്മ എവിടെ ചവിട്ടി തേക്കാൻ പോലും ഞാൻ മിണ്ടായിരിക്കുന്നത് അറിയാമോ? എന്റെ ഗതികേട് കൊണ്ടാ. എന്റെ കയ്യിൽ 4 കാശുണ്ടായിരുന്നെങ്കിൽ അവളുടെ മുഖത്തേക്ക് ഞാൻ വലിച്ചെറിഞ്ഞു കൊടുത്തേനെ. എന്നെ ഇങ്ങനെ ഗതികെട്ടവനാക്കാൻ കാണാൻ അമ്മ ഓടിയാ. ആയ കാലത്ത് അച്ഛൻ ദൂർത്തെടുത്തതിന്റെ ബലമാണ് ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്നത്. ആകെ ഉണ്ടായിരുന്ന ഒരു വീടും പോയി, കട മുഴുവൻ എന്റെ തലയിലും. ഇവിടെ മോനെ, മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആളെ കുറിച്ച് നീ ഇങ്ങനെ ഒന്നും പറയാതെ. മതി പുരാണം പറയുന്നത്. ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന തലയിൽ ചുമക്കേണ്ട ഗതികേടായിപ്പോ എനിക്ക്. എവിടെയായിരുന്നു ഇന്നത്തെ കറക്കം? നിനക്ക് പോകുന്നതിന് അറ്റ്ലീസ്റ്റ് എന്റെ അടുത്തൊന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ? ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? വിഷ്ണു എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടില്ലായിരുന്നോ? ആരെയും ചോദിക്കുമ്പോ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കാണിച്ചു കൊടുക്കണം. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ നീ എന്താ തമാശ അടിക്കുകയാണോ? നിന്റെ കൂടെ ഉണ്ടതും നിന്റെ മറ്റവനല്ലേ അനന്തു? വിഷ്ണു, മൈൻഡ് യുവർ ലാംഗ്വേജ്. തീരെ താറ സ്വഭാവം കാണിക്കല്ലേ. ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പുറത്തു പോയിട്ട് നിനക്ക് എന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമുണ്ട്. ആളുകൾ എന്നോടാ ചോദിക്കുന്നത്. വല്ലവന്റെ കൂടെ എന്റെ ഭാര്യയെ കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് പറയേണ്ടത്? അറ്റ്ലീസ്റ്റ് നീ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോ എന്റെ അമ്മ അടുത്തെങ്കിലും പറഞ്ഞിട്ട് വെക്കൂടെ? എനിക്ക് അവരെന്നല്ല ആരോടും പറയേണ്ട കാര്യമില്ല. പിന്നെ തന്നെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് എനിക്ക് അവരോടുള്ള ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യാനും പറ്റൂല. പിന്നെ എനിക്ക് നാട്ടുകാരും വീട്ടുകാരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ തീരുമാനിക്കുന്നത്. എന്റെ കാര്യങ്ങളൊക്കെ ഇടപെടാൻ താനാരാ?
താ എവിടെ പോകുന്നു എന്തിനു പോകുന്നൊക്കെ ഞാൻ അന്വേഷിക്കാറുണ്ടോ? പിന്നെ എന്തിനാണ് എന്റെ കാര്യങ്ങളൊക്കെ ഇടപെടുന്നത്? നിനക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് നീ നശിപ്പിക്കുന്ന എന്റെ ജീവിതം കൂടെയാണ്. ഒരു കമ്മിറ്റ്മെന്റ്സും ഇല്ലാതെ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ബന്ധം? ഒരു ഭർത്താവ് എന്ന നിലയിൽ നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? അതിന് മാത്രം ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? പിന്നെ നീ ബെസ്റ്റ് എന്ന് പറഞ്ഞ് കൊണ്ടുനടക്കുന്നുണ്ടല്ലോ, ഒരു ദിവസം അവന്റെ തനി സ്വഭാവം പുറത്തു വരും. അന്നേ നീ പഠിക്കൂ. നാശം, ഒരു സമാധാനം ഇല്ലാത്ത ജീവിതമായി ഇപ്പൊ എന്റേത്. ഞാൻ വിളിക്കും. മോളെ, ഇന്നലെ രാത്രി വിഷ്ണു എങ്ങോട്ടാ ഇറങ്ങിപ്പോയത്? നിങ്ങൾ തമ്മിൽ വഴക്കായോ? ഓ, അപ്പൊ എല്ലാം ഒളിഞ്ഞെന്ന് കേക്കായിരുന്നു. ഞങ്ങൾ തമ്മിൽ തെറ്റിക്കാനാണോ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? മോളെ, ഞാൻ അവനോട് എന്ത് പറയാനാ? നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം, എനിക്ക് അത്രേ ഉള്ളൂ. ഇന്നലെ മോളെ ആ പയ്യനോടൊപ്പം പുറത്തു പോയത് അവൻ ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. ഇനി അങ്ങനെ ഒന്നും ചെയ്യല്ലേ മോളെ, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാ ഞാൻ പറയുന്നത്. ഓ, അപ്പൊ നിങ്ങൾ അങ്ങനെ സ്വയം ഊഹിച്ചു ഞാൻ അവന്റെ കൂടെ പുറത്തു പോയതാ പ്രശ്നമൊന്നും അല്ല. നിങ്ങളെ ഭർത്താവിന്റെ കാലം കൊണ്ടുപോയിട്ട് ഇപ്പൊ കാലം കുറെ ആയല്ലോ. എത്ര ഉണ്ട് നിങ്ങൾക്ക് അവീതം? അനാവശ്യം പറയരുത്. ഓ, ഒരുപാട് പതിവ്രതയും ചമയണ്ട. പുറത്തിറങ്ങി അന്വേഷിച്ച് അറിയാം ഓരോ ചരിത്രം. നാവിൽ എല്ലില്ലാന്ന് വെച്ച് എന്തും വിളിച്ചു കൂവരുത്. ഇതോർത്ത് വിഷമിക്കേണ്ടി വരും. എന്റെ എച്ചില് തിന്നുന്ന പട്ടിയാണ് നിങ്ങള്. നിങ്ങൾ എന്റെ മുഖത്തേക്ക് കുരയ്ക്കുന്നോ? ഇറങ്ങി പൊക്കോളെ ഇവിടുന്ന്.